നമസ്കാരം. ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഫുഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം കൊളസ്ട്രോൾ നമ്മൾ എല്ലാവരും കൂടും എന്ന് വിചാരിക്കുന്ന ചില ഫുഡുകൾ ചിലപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നവയായിരിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കും എന്ന് വിചാരിക്കുന്നവയായിരിക്കും നമ്മുടെ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ HDL എന്നതും LDL കൊളസ്ട്രോളിനെ കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. HDL കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ വളരെ നമുക്ക് ശരീരത്തിന് മോശകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബാഡ് കൊളസ്ട്രോളും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എന്ന് നോക്കാം. അതായത് അമിതമായിട്ടുള്ള കൊഴുപ്പ് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്നതിനെ നമ്മൾ പ്ലാക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൃദയത്തിൽ സപ്ലൈ ചെയ്യുന്ന നേരിയ വണ്ണത്തിലുള്ള രക്തക്കുഴലുകളെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രക്തക്കുഴലുകളിലാണ് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ രക്തസമ്മർദ്ദം ഉണ്ടാക്കും. അത് നമ്മുടെ ശരീരത്തിൽ BP കൂട്ടാനും ഒക്കെ സാധിക്കുന്നത് അതുവഴിയാണ്. അപ്പൊ കൊളസ്ട്രോൾ കൂടുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് LDL കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന ഈ കൊളസ്ട്രോൾ ആണ് നമുക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഈ കൊളസ്ട്രോളിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗ സാധ്യത, അതുപോലെ സ്ട്രോക്ക്, അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ 130 വരാറുള്ളത്. അപ്പൊ 130 കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ, ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിന് എത്ര നാള് നമ്മൾ ചിട്ടയായിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അത് ഓരോ ശരീരപ്രകൃതി അനുസരിച്ചും വ്യത്യസ്തമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഏതാണ്ട് ഒരു 3 മാസം വരെയെങ്കിലും നമ്മൾ ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമത്തിൽ പോവുകയാണെങ്കിൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ കാണുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് 1-2 ദിവസം ഞങ്ങൾ കഴിച്ചു എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് ചോദിക്കരുത്. ഇത് തുടർച്ചയായിട്ട് 3 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം ഈ ഫുഡുകൾ. മനസ്സിലായോ? അതിന്റെ ഒപ്പം ഇപ്പൊ നല്ല രീതിയിൽ കൊളസ്ട്രോൾ ഉള്ളവര് ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മരുന്നുകളിലേക്ക് പോകാതെ ഇത്തരം ഫുഡ് ഡയറ്റുകളിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ചെക്കും കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില ഫുഡുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തത് നമ്മൾ ഡെയിലി നമുക്ക് ഒരു 5 ഗ്രാം തൊട്ട് 10 ഗ്രാം വരെ സോലുബിൾ ഫൈബേഴ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്സ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഓട്സ് ഉപയോഗിക്കാം. ഓട്സിൽ ഒരുപാട് സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. തവിടുള്ള ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും രാത്രിയിലേക്ക് കഴിക്കാതെ നമുക്ക് പരമാവധി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ ഓട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ലോങ് ബീൻസ് ആണ്. അതായത് നമുക്കിപ്പോ പറയുകയാണെങ്കിൽ അമരക്കായ, അതേപോലെ തന്നെ നമുക്ക് പച്ചപ്പയറ് എന്നൊക്കെ പറയുന്ന ലോങ് ഫൈബേഴ്സ് ആണ് അവര്. ആ കാറ്റഗറിയിൽ പെടുന്ന വെജിറ്റബിൾസ് ഇത് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് ആപ്പിള്, പിയേഴ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് ഫ്രൂട്ട്സ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ. ഓക്കെ, ഇതും നമ്മുടെ ശരീരത്തില് പെട്ടെന്ന് തന്നെ, ഇത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ഇതുകൊണ്ട് സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ നട്ട്സിൽ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ നട്ട്സും നല്ലതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബദാം, വാൾനട്ട്, പിസ്ത, അതുപോലെ കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ് പോലത്തെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിലക്കടലയ്ക്കുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് വാദദോഷം കൂടുതലാക്കുന്നതാണ് നിലക്കടല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നത് എങ്ങനെയാണ്? കഫദോഷം കൂടുമ്പോൾ, പ്രകൃതിക്കാരില് കഫദോഷം വർദ്ധിക്കുകയും ദുർമേധസ് വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്, കൊഴുപ്പ് കൂടുമ്പോൾ. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് വാദം കൂടിയിട്ടുള്ള ആഹാരങ്ങൾ, വാദം കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിലക്കടല അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ രൂക്ഷത കൂടുകയും കൊഴുപ്പ് അലിയിച്ച് കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബീഫ്, അതുപോലെ മട്ടൺ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒരുപാട് മത്സ്യങ്ങളല്ല, മാംസങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മോര് നന്നായി കുടിക്കാം. മോര് നിങ്ങൾക്ക് 3 നേരം കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മിൽക്ക്,
പാല്, നെയ്യ്, ചീസ്, ബട്ടർ, ഓക്കെ. അപ്പൊ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. മോര് നമുക്ക് കുടിക്കാനും കഴിയും കേട്ടോ. അപ്പൊ അത് എന്താന്ന് വെച്ചാല് മോര് നമ്മുടെ മോരല്ല, ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിനെ കൂട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് പാലുൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്ന അവക്കാഡോ, അത് നമുക്ക് നല്ലതാണ് ഈ കൊളസ്ട്രോൾ കുറച്ചു കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്. പിന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചൂര, മത്തി, അതേപോലെ ചാള, അതുപോലെ തന്നെ കറി വെച്ചിട്ട് കഴിക്കുക. ഇത്തരം മത്സ്യങ്ങളൊക്കെ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ട്രാൻസ് ഫാറ്റുകളാണ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ വനസ്പതി, ഡാൽഡ, അത്തരം സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ സാധാരണ കഴിക്കാറില്ല, പക്ഷെ റെസ്റ്റോറന്റുകളിലൊക്കെ കിട്ടുന്ന ഫുഡുകളിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഓക്കെ. പിന്നെ അതുപോലെ പ്രോട്ടീൻ ഇൻടേക്ക് അത് കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. സിട്രസ് ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, സ്ട്രോബെറി, ലെമൺ, അതുപോലെ ഓറഞ്ച്, അതുപോലെ വാഴപ്പഴം. നമ്മുടെ വാഴപ്പഴം ഉണ്ടല്ലോ, അതൊക്കെ അതിലൊക്കെ ഒരുപാട് എന്താ പറയാ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് കഴിയുന്ന ഘടകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നന്നായി കഴിക്കാം എന്നുള്ളത്. പിന്നെ അതുപോലെ ഫ്രൈ ഐറ്റംസ്, ഡീപ് ഫ്രൈ ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഈ ഉഴുന്നുവട, പരിപ്പുവടയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്ത് പലരും സംശയം ചോദിക്കാറുണ്ട്, കോഴിമുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത്. കോഴിമുട്ടയില് LDL കൊളസ്ട്രോൾ ആണ് കൂടുതലായിട്ട്, HDL കൊളസ്ട്രോൾ ആണ് കൂടുതലായിട്ടുള്ളത്. LDL കൊളസ്ട്രോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് നമ്മൾ കഴിക്കുന്ന മറ്റു ഫുഡുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസമൊക്കെ 3 കോഴിമുട്ടയൊക്കെ വെച്ച് കഴിക്കുന്നതിൽ പ്രശ്നമില്ല. കാര്യം ഇതിന് HDL കൊളസ്ട്രോൾ നല്ല കൂടുതലുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ആ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിമുട്ട ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു 2-3 എണ്ണൊക്കെ ഒരു ദിവസം കഴിച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാനില്ല കേട്ടോ. മറ്റ് ഫുഡുകളെ അപേക്ഷിച്ച് നമ്മൾ കഴിക്കുന്ന മറ്റു ഫുഡുകളാണ് എപ്പോഴും പ്രശ്നക്കാരായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോ അത് ഏറ്റവും കുറെ പേര് സംശയം ചോദിച്ചതാണ്. അതുകൊണ്ട് എനിക്കത് പറയുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷം. ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതാലോചിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ആയുർവേദത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഫപ്രകൃതി ഉള്ളവർക്ക് കൊഴുപ്പ് കൂടിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നല്ല അതിസൗല്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാരം കൂടുകയും അതുമൂലം നമുക്ക് ദുർമേധസ്, ഹൃദ്രോഗം സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഹൃദ്രോഗം മാത്രമല്ല, നമുക്ക് ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ, അർബുദം പോലത്തെ പ്രശ്നങ്ങളിലേക്ക് വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ജെൻസിനാണോ ലേഡീസിനാണോ ഈ കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് കഴിയുക എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജെൻസിനെ അപേക്ഷിച്ച് ലേഡീസിന് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടി പണിയെടുക്കണം. മനസ്സിലായോ? ജെൻസിനെ അപേക്ഷിച്ച്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലക്കടല വളരെ നല്ലതാണ്. നിലക്കടല വാദം കൂട്ടുന്നതായതുകൊണ്ട് രൂക്ഷത വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കൂടുതലായിട്ടുള്ള ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയാനൊക്കെ സാധിക്കും. അപ്പൊ നട്ട്സ് വളരെ നല്ലതാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൊളസ്ട്രോളിന് കൊടുക്കുന്ന ചില മരുന്നുകളുടെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് സിട്രസ് ഫ്രൂട്ടിന്റെ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇതിന്റെ നാരുകൾ വേർതിരിച്ചിട്ട് അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരാനും. ഓക്കെ. അപ്പൊ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത്തരം അവസ്ഥകൾ. അപ്പോൾ ഇനി നമുക്ക് ചില കാര്യങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അമിതമായിട്ട് കാപ്പി കുടിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അമിതമായിട്ട് കാപ്പി കുടിക്കുന്നത് നമ്മുടെ കൊഴുപ്പ്, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്നതായിട്ട് കാണാറുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഒരു തരത്തിലും ഫാറ്റ് ഒന്നും അടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് കൂട്ടുന്നത്? നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ലയിപ്പിക്കാനായിട്ട് നമ്മുടെ നാച്ചുറലി തന്നെ ശരീരത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഈ കാപ്പി കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ എന്ത് സംഭവിക്കുന്നത്? കൊളസ്ട്രോൾ കുറയുന്നത്. ഓക്കെ. കൊളസ്ട്രോൾ കൂടുന്നത്. പിന്നെ വരുന്നത് നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സ്ട്രെസ്, പുകവലി, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതൊക്കെ കൊണ്ടും നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ശരീരഭാരം കൂടുമ്പോൾ, പിന്നെ നമ്മുടെ ശരീരത്തിൽ BP കൂടുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോൾ കൂടും. BP കൂടാന്ന് പറയുന്നത് നമ്മൾ ആന്റി ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ടാബ്ലറ്റ്സുകൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത്, മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് കോംപ്ലിക്കേഷൻസ്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഫുഡുകൾ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതചര്യയിൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദ്രോഗ സാധ്യത കൂടും, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും, ഹാർട്ട് അറ്റാക്ക് വരാം, പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ കണ്ടീഷനായി മാറാം, ശരീരവേദനകൾ കൂടാം, നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാം, പ്രമേഹം വരാം. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഒരിക്കലും
കൊളസ്ട്രോൾ ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാം. മരുന്ന് എടുക്കുന്നതിന് മുൻപ് ഡയറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്നിട്ടും നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔഷധങ്ങൾ എടുക്കാം. നമുക്ക് ആയുർവേദ ഔഷധങ്ങൾ അവൈലബിൾ ആണ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്. തീർച്ചയായിട്ടും ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കഴിയും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്തും കൂടി കൊടുക്കാം. അതുപോലെ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.